നടത്തിയിട്ടുള്ള ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഈ നാട്ടിൽ നടത്തിയതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെയൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ്. നമ്മുടെയൊക്കെ നാട്ടിനെ സംബന്ധിച്ചോളം ഇതേപോലെ ഒരു അരാജകത്തിലേക്ക് നടന്നതായിട്ടുള്ള ഒരു കാലഘട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഈ പ്രദേശത്തെ നമ്മുടെ പഞ്ചായത്തിനെയൊക്കെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു 25 വർഷം പിന്നോട്ടടുപ്പിച്ചതായിട്ടുള്ള വികസന മുരടിപ്പ് നടന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ സ്ഥിതിയാകട്ടെ, നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളാകട്ടെ, ഇവിടെയൊക്കെ ഏറ്റവും വലിയ ഒരു ചതിയാണ് ഈ കഴിഞ്ഞ 5 വർഷം ഇവിടെ ഭരിച്ചതായിട്ടുള്ള LDFന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി നടത്തിയുള്ളത്. ഏറ്റവും വലിയ അഴിമതികളാണ് ഈ കഴിഞ്ഞ 5 വർഷം ഈ പഞ്ചായത്ത് നടത്തിയത്. വികസനങ്ങളല്ല അവർ നടത്തിയത്. എങ്ങനെ അഴിമതി നടത്തി, എങ്ങനെ കൊള്ള നടത്താം എന്നുള്ളതിനെ പറ്റിയുള്ള ആ ഒരു വലിയ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ കഴിഞ്ഞ 5 വർഷം പോയത്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഇന്ന് റോഡുകൾ അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഇന്ന് ഏറ്റവും ദുർഘടമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ആ ഒരു കാലഘട്ടം ആയിരുന്നു കഴിഞ്ഞ 5 വർഷം. ഒരു ഇരുണ്ട യുഗം നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിരവധി കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. അഭിമാനത്തോടു കൂടി പ്രിയപ്പെട്ട ശ്രീ സാമീപ്പൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോഴും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനപ്രതിനിധി നിലയിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും മറ്റ് ഒക്കെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കുവാണെങ്കിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതായിട്ടുള്ള ഈ കറുകയിൽ പാലം ജംഗ്ഷനിൽ നിന്നുകൊണ്ട് തന്നെ പറയാം, ഈ ചുറ്റളവിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനത്തിൽ കൂടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ എണ്ണി പറയുവാനായിട്ട് ധാരാളം വികസന പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു 1/2 ഡസൻ റോഡുകൾ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സടക്ക് യോജന പദ്ധതിപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നടത്തുകയുണ്ടായി. ഈ പ്രദേശത്ത് തന്നെ ഞാൻ ഈ പ്രദേശത്ത് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ കൂടി പറയേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നുകൊണ്ട് പറയുന്നത് 1/2 ഡസൻ PMGSY റോഡുകളാണ് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സടക്ക് യോജന പദ്ധതിപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ആന്റോ ആന്റണിയും പ്രിയപ്പെട്ട കുര്യൻ സാറും ഒക്കെ ഇരുന്നായിട്ടുള്ള സന്ദർഭങ്ങളിലേക്ക് ഇവിടെ കൊണ്ടുവന്നത്. അതാണ് ഈ കട്ടപ്പുറത്ത് നമ്മളിപ്പോൾ വന്ന റോഡ്. അത് PMGSY നമ്മൾ കൊണ്ടുവന്ന റോഡാണ്. ഇപ്പോൾ ഈ നമ്മുടെ മുണ്ടപ്പള്ളി കോളനിക്ക് മുന്നേ കൊടുക്കുന്ന റോഡ് PMGSY നമ്മൾ കൊണ്ടുവന്ന റോഡാണ്. വേങ്ങൽ പള്ളിപ്പടി വേളൂർ മുണ്ടകം റോഡ് എന്ന് പറയുന്ന റോഡ് നബാർഡ് പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ശ്രീ സാമീപ്പിന് ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ ജനസമ്പർക്ക പരിപാടിയിൽ കൂടെ കൊണ്ടുവന്നതായിട്ടുള്ള റോഡുകൾ. അങ്ങനെ ഇതിന് ചുറ്റും ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം അനുഭവിക്കുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് ഇത്രയും അധികം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയതായിട്ടുള്ള ആ ഒരു വലിയ ഇടപെടൽ ഈ നാട്ടിന്റെ വികസനത്തിന് തന്നെ ഒരു മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു കാലഘട്ടമാണ് എന്നുള്ളത് ഇത് കുറച്ച് വർഷമായതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പാലം തന്നെ നോക്കൂ. പ്രിയപ്പെട്ട ശ്രീ തെന്നല ബാലകൃഷ്ണൻ ചേട്ടൻ രാജ്യസഭ MP ആയിരുന്നപ്പോൾ കൊണ്ടുവന്നൊരു പാലമാണ് ഇവിടെ. ഈ പാലം പ്രിയപ്പെട്ട കുര്യൻ സാർ അക്കാര്യത്തിൽ പ്രത്യേക ഒരു ഇടപെടൽ നടത്തിയാണ് ഈ കറുകയിൽ പാലം തന്നെ പ്രിയപ്പെട്ട ശ്രീ BK മാധവനൊക്കെ ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കാലഘട്ടം അദ്ദേഹത്തിൻ്റെയൊക്കെ ആ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ പാലമൊക്കെ നമ്മൾ കൊണ്ടുവന്നത്. അങ്ങനെ എത്ര വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കാലഘട്ടം. പ്രിയപ്പെട്ട ശ്രീ സാമീപ്പൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഒരു കാലഘട്ടം അറിയാമല്ലോ. എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ്. ഞാനും ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ജനപ്രതിയായിരുന്ന ഒരു സന്ദർഭം. എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ പെരിങ്ങരയിൽ പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം നൽകി അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് കൊണ്ടുള്ള എവിടെയാണ് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പ്രദേശത്ത് നമ്മുടെ പഞ്ചായത്തിൽ 1 രൂപ എവിടെയെങ്കിലും കൊടുത്തതായിട്ടോ ആർക്കെങ്കിലും കൊടുത്തതായിട്ടോ ഒന്ന് പറയുവാനായിട്ട് ഇവിടുത്തെ സഖാക്കൾക്ക് കഴിയുമോ? ഇവിടുത്തെ ഒരു സഖാക്കൾക്ക് അതിനൊന്നും അല്ല സമയം. അവർക്ക് ഇവിടെ പഞ്ചായത്തില് അഴിമതി നടത്തുക, പഞ്ചായത്തിൽ ഇതേപോലെ വികസന മുരടിപ്പ് നടത്തുക, അതിൽ കൂടെ ഈ അഴിമതിയിൽ കൂടെ പണം ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഭൂരിപക്ഷം അംഗങ്ങൾ നടത്തിയത് എന്നുള്ളതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഇതേപോലെ ഒരു അവസ്ഥയിലേക്ക് മാറ്റി. ഇതിലൊരു മാറ്റം നമുക്കുണ്ടാകണം. ആ മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നല്ല ഒരു ടീമിനെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ പ്രാവശ്യം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളായിട്ട് അവതരിപ്പിച്ചുള്ളൂ. ഞാൻ സാമീപിനെ ഒന്നും ഈ പ്രദേശത്തെ ആളുകൾക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അപ്പർ കുട്ടനാടിന്റെ ഒരു കർഷക പുത്രൻ എന്ന നിലയിൽ നമ്മുടെ കർഷകരോടൊപ്പം നിന്ന് ഈ കാര്യങ്ങൾക്ക് വലിയ ഒരു നേട്ടം നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന
ആ ഒരു നിലയിലൊക്കെ വലിയ വികസന പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട ശ്രീ സാമീപ്പൻ ഉൾപ്പെടെ ഈ പ്രദേശത്തെ ജനപ്രതിയായിട്ട് വീണ്ടും മത്സരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കേണ്ട സ്ഥലമാണ് നമ്മുടെ പ്രദേശം. കാരണം അത്ര കണ്ട് വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശവുമായിട്ടൊക്കെ നടപ്പിലാക്കിയ ഒരാളാണ്. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടത്തിയ ഒരാളെന്ന നിലയിൽ ആ ഒരു കടപ്പാട് നമുക്കുണ്ട്. അതുകൊണ്ട് ശ്രീ സാമീപ്പൻ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പ്രിയപ്പെട്ട സന്ധ്യ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ട് മത്സരിക്കുന്നു. ശ്രീമതി ജയമോൾ ഓമനക്കുട്ടൻ അവിടെ നമ്മുടെ 3-ാം വാർഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പൊ ഇവരെല്ലാം നമുക്ക് വിജയിപ്പിക്കണം. നല്ലൊരു സ്ത്രീ ശാക്തീകരണ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സന്ധ്യയും ഈ ജയമോൾ ഓമനക്കുട്ടനെയും ഒക്കെ നമ്മളിപ്പോൾ സ്ഥാനാർത്ഥിയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്. നമ്മുടെ മറ്റു പല സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വലിയ ഒരു ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് ഈ ഐക്യ ജനാധിപത്യം കൊണ്ട് ഒരു ടീം ഇവിടെ ഉണ്ടാകണം. ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് യാതൊരു സംശയം വേണ്ട, 3-2 ഭൂരിപക്ഷത്തോട് നമ്മൾ തിരിച്ചു വരും. യാതൊരു സംശയം വേണ്ട. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കേണ്ട ഒരു അവസരം കൂടിയാണ്. അതിനെല്ലാ ആളുകളുടെയും പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണവും പിന്തുണയും ഒക്കെ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന് നന്ദി പറയാൻ വേണ്ടി സമീപിച്ചു. നല്ലവരായ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാ കാലങ്ങളിലും ഞങ്ങൾക്ക് കൈത്താങ്ങലും കരുതലുമായി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളാക്കി മാറ്റുവാൻ നിങ്ങളുടെ വഴി സാമീപ്പനാകാനിടയായി. അല്ല, സാമീപ്പന്റെ വലിപ്പം കൊണ്ടായതല്ല സാമീപ്പൻ. നിങ്ങൾ നൽകിയ സ്നേഹം, നിങ്ങൾ നൽകിയ കരുതൽ, നിങ്ങൾ നൽകിയ വോട്ട്, ഈ പ്രദേശത്ത് നൽകിയ പിന്തുണ, പഞ്ചായത്ത് മെമ്പറായും പ്രസിഡന്റ് ജനപ്രതിയായും ഒക്കെ ഇടപെടുവാൻ ജില്ലാ പഞ്ചായത്തിലൊക്കെ കഴിഞ്ഞു. നിങ്ങൾ നൽകിയ വിലയേറിയ കരുതലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കതിനിടയായത്. ശ്രീമാൻ ഈ പെൺകുര്യൻ, നമുക്കറിയാം, ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റായി ഞാനും ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഞാനുമായിട്ടൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ ശ്രീമതി ഏലിയാമ്മ തോമസും അതുപോലെ തന്നെ ശ്രീമതി മിലിമാൾ ജോസും അതുപോലെ തന്നെ റോയി വികസന കാര്യങ്ങൾ ക്രിസ്റ്റഫർ ഉൾപ്പെടെ ഇവിടെ നിൽപ്പുണ്ട് ചെയ്യുവാൻ കഴിഞ്ഞു. ഞാനിത് പറയാനുള്ള കാര്യം ഈ പെൺകുര്യൻ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ഞാൻ തുടങ്ങുകയാണ്. ഈ റോഡ് കാരക്കൽ കട്ടപ്പുറത്തിയ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഇത് ഏറ്റെടുപ്പിക്കുവാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ബഹുമാനപ്പെട്ട വിനോദ് കോവൂർ ഉൾപ്പെടെ ഈ പ്രദേശ നിവാസികൾ എങ്ങനെയിടയായി. ഷാജി ഇവിടെ നിൽപ്പുണ്ട്. ആ റോഡിന്റെ രാജു ഉൾപ്പെടെ നിൽക്കുമ്പോൾ ഈ റോഡ് ഞങ്ങളുടെ ഇടപെടലോടുകൂടി PWDയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ ഈ റോഡിന് കഴിഞ്ഞു. കുടിവെള്ള വേങ്ങൽ പ്രദേശത്തിന് വേറെ പരിഗണന നടത്തി ലൈൻ വലിക്കുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ അടിയന്തരമായി മുണ്ടപ്പള്ളി കോളനി ഉൾപ്പെടെയുള്ള പ്രദേശത്തൂടെ ഈ അതുവഴി കുടിവെള്ളം എത്തിക്കുവാൻ കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ഈ കറുകേപ്പാലം കയറി അങ്ങോട്ട് ഇറങ്ങിയാലുള്ള കോൺക്രീറ്റ് 20 ലക്ഷം രൂപ മുടക്കി ോടുകൂടി ഇതിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞു. കോളനിയിലെ അടിയന്തരമായി ചെറിയ അവരുടെ വീടുകളിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന ചോദിക്കട്ടെ. അതിനുശേഷം ഞങ്ങൾ മാത്രമല്ല, ജനപ്രതിനിധികൾ മാറി മാറി വന്നു. അതിനുശേഷം എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നമ്മൾ സ്വയം ഒരു വയലപ്പള്ളിപ്പാലം മുതൽ ശ്രീമാൻ ജോസ് ഇവിടെ നിൽപ്പുണ്ട്. വയലപ്പള്ളിപ്പാലം മുണ്ടപ്പള്ളി റോഡിന് വേണ്ടി 30 ലക്ഷം രൂപ കൊടുത്ത് അന്ന് പണിതു. 1 രൂപ മുടക്കാൻ വേറെ ആർക്കും കഴിഞ്ഞില്ല. ഞാനിത് പറഞ്ഞത് ലഭിക്കുന്ന അവസരങ്ങളിൽ എന്നെ സംബന്ധിച്ചും ഈ പെൺകുരിനെ സംബന്ധിച്ചും വോട്ട്, നിങ്ങൾ നൽകുന്ന കരുതൽ, നിങ്ങൾ നൽകുന്ന പിന്തുണ മനസാക്ഷിക്കനുസരിച്ച് 100% കടപ്പെട്ടവരായി എല്ലാ പ്രശ്നങ്ങളും എളിയവരായ നിങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ച വിശ്വാസം ഞങ്ങൾക്കത് പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞു. ഇപ്പോഴേ വേറെ ഒരു കാര്യം അടിയന്തരമായി കൃഷി ചെയ്യുന്ന കർഷകന്
1 ഹെക്ടർ കൃഷി ചെയ്താൽ 10,000 രൂപ അക്കൗണ്ടിൽ കൊടുക്കുന്നത് കടപ്പുറം, നെരണം, നെടുമ്പറം കേരളത്തിൽ വേറെ ഒരു ഡിവിഷനിലും വേറെ ഒരു പഞ്ചായത്തിലും ആ സ്കീം നടപ്പിലായില്ല. ഇപ്പൊ അത് കുറച്ച് നമ്മുടെ പടിക്ക് കൂടെ പോകുന്ന തോട് 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ തോട് ഡീപ്പനിങ് ആൻഡ് വൈഡനിങ് ആൻഡ് ക്ലീനിങ് നടത്തുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ പൊതുപ്രവർത്തകരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇത് ചോദിക്കരുത്? ഇപ്പോഴത്തെ റോഡ് മാറി. ഇനിയും പറയുകയാണ് വികസനം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ത് വികസനം? എവിടുത്തെ വികസനം? ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നൽകിയ കരുതൽ, നിങ്ങൾ നൽകിയ വോട്ട്, നിങ്ങൾ നൽകിയ ഞങ്ങളോടുള്ള പരിഗണന 100% ഞങ്ങൾക്ക് രേഖപ്പെടുത്തി. കരകേപ്പാലത്തിന്റെ സമീപം നിന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും അധികം പഞ്ചായത്തിലേക്ക് 2ാം വാർഡിൽ നിന്നും ഏറ്റവും അധികം ഭൂരിപക്ഷം കൊടുക്കുന്ന പട്ടികയിൽ ഈ പങ്കുരിനെ കൈപ്പത്തി ചിഹ്നത്തിൽ ഇതുപോലെ തന്നെ ഈ പരിഗണന തന്നെ നൽകി ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നൽകുന്ന ആവശ്യമില്ല. മേപ്രായി പറഞ്ഞു, ഈ പ്രദേശങ്ങളിലെ കുടുംബങ്ങളുമായി വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ജയമോൾ. ഞാൻ ഓർക്കുന്നു 88 മുതൽ പഞ്ചായത്തിലെ അംഗമായിരിക്കുമ്പോൾ SSN മാമൻ മത്തയോടൊപ്പം ഇരിക്കുമ്പോൾ മുതൽ ജയമോൾ നമുക്കറിയാം വേദനയിൽ നിൽക്കുന്ന ജയമോൾ എന്നിട്ടും പൊതുപ്രവർത്തന രംഗങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. 3 കുഞ്ഞുങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ഒരാൾ അഡ്വക്കേറ്റായി മറ്റു കുട്ടികളുടെ സ്പോർട്സ് രംഗത്തൊക്കെ മികവുകാട്ടി പ്രവർത്തിക്കുന്നു. ിലേക്കുള്ള ഡിവിഷൻ സ്ഥാനാർത്ഥിയായി ബ്ലോക്കിലേക്ക് മത്സരിപ്പിക്കുന്നത് ആ ജയമോള് നിങ്ങളുടെ വിലയേറിയ മറ്റതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികളുമായി മത്സരിക്കുന്ന മറ്റ് സന്ധ്യാമോളുടെ കാര്യം പറഞ്ഞു. സന്ധ്യാമോൾക്കും ഏറ്റവും അധികം ഭൂരിപക്ഷം കൊടുത്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സാബുവിനെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന അനേക വർഷക്കാലമായി തന്റെ പ്രവർത്തന രംഗങ്ങളിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം സാബുവിനെ കൈപ്പത്തി ചിഹ്നത്തിലും രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ. ഓട്ടോറിക്ഷ എന്ന് മനസ്സിൽ പതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് സ്വീകരണത്തിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഐക്യജനാ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സന്ധ്യ ഓട്ടോറിക്ഷയുടെ
പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന